ഹായ്, ഞാൻ അനുദി. എല്ലാ വിദ്യാർത്ഥികളും കാണുന്ന സ്വപ്നമാണ് ഉറക്കത്തിന്റെ സമയം കുറയ്ക്കുക, പഠനം ലേണിംഗിന്റെ സമയം കൂട്ടുക. പക്ഷെ ആ സ്വപ്നം നിങ്ങളിവിടെ ഉപേക്ഷിക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ക്വാളിറ്റി സ്ലീപ്പ്, ക്വാളിറ്റിയുള്ള ഉറക്കത്തിന്റെ സമയം കൂട്ടുകയാണ്. അപ്പോൾ പഠനത്തിന്റെ സമയം ഓട്ടോമാറ്റിക്കായി കൂടിക്കൊള്ളും. ഡെയിലി 8-10 മണിക്കൂർ വെറുതെ കിടന്നുറങ്ങിയാലും ആ ദിവസം മുഴുവൻ നമുക്ക് ക്ഷീണമായിരിക്കും. പക്ഷേ നല്ല ക്വാളിറ്റിയോടുകൂടി ഒരു 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല ഉന്മേഷത്തോടു കൂടി നല്ല പ്രൊഡക്റ്റീവായി ഹയർ എനർജി ലെവലിൽ സ്റ്റഡീസ് കൊണ്ടുപോകാൻ സാധിക്കും. ഈ വീഡിയോയിൽ ഒരു 7 ടെക്നിക്സ് വഴി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇതാണ്: ക്വാളിറ്റി സ്ലീപ്പിന്റെ സമയം കൂട്ടുകയും അനാവശ്യമായിട്ടുള്ള ഉറക്കം കുറയ്ക്കുകയും ആ എക്സ്ട്രാ ടൈം സ്റ്റഡീസിൽ വിനിയോഗിച്ച് ടോപ്പ് റാങ്ക് അടിക്കാനും പറ്റുന്ന ഒരു ബ്ലൂ പ്രിന്റ്. ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞോട്ടെ, നിങ്ങളിപ്പോൾ ഓൾറെഡി 6 മണിക്കൂറോ 5 മണിക്കൂറോ ഒക്കെ ഉറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ ഉറക്കം വേണം, ക്വാളിറ്റി സ്ലീപ്പ് വേണം. അതിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നമ്മുടെ 7 ടെക്നിക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. നമ്മുടെ കോഴ്സസ് ഒരു ഓണം ഓഫറിന്റെ ഭാഗമായി ഹെവിലി ഡിസ്കൗണ്ട് റേറ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ലോങ് ടൈം ബാച്ചുകൾ, എക്സൈസ് ഇൻസ്പെക്ടർ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലുള്ള ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ചുകൾ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് 10th +2 ലെവൽ പ്രിപ്പയർ ചെയ്യാനുള്ള ജനറൽ PSC ബാച്ച് തികച്ചും സൗജന്യമായി ലഭിക്കുന്നതാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് ബാച്ചും ഓഫർ പീരീഡിൽ ഇട്ടിട്ടുണ്ട്. ക്രാഷ് കോഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സമയം തീരെ കുറവാണെങ്കിൽ ക്രാഷ് കോഴ്സിന്റെ ക്ലാസ്സുകൾ മാത്രം കാണാൻ ശ്രമിക്കുക. ടെസ്റ്റ് സീരീസും അവൈലബിൾ ആണ്. ഓഫർ അവസാനിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. അഡ്മിഷൻ എടുക്കുന്ന ആദ്യ 50 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ജനറൽ PSC ബാച്ച് ഫ്രീ ആയി ലഭിക്കുക. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, എങ്ങനെയാണ് നമ്മുടെ അനാവശ്യം ഉറക്കം കുറച്ച് ക്വാളിറ്റി ഉള്ള ഉറക്കം കൂട്ടേണ്ടത്? 2 രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒന്ന് സൈക്കോളജിക്കലായും മറ്റൊന്ന് ബയോളജിക്കലായും. അടിസ്ഥാനപരമായി നിങ്ങളൊരു സമയക്രമം നിശ്ചയിക്കണം. രാത്രിയിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് കിടക്കുന്നു, ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറിന് ശേഷം തുടക്കത്തിൽ 7 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക, പിന്നീട് 6 മണിക്കൂറായിട്ട് കുറയ്ക്കാം. ശേഷം കൃത്യമായി ഉണരുന്ന ഒരു ടൈം ഫ്രെയിം ഫിക്സ് ചെയ്യുക. ഇപ്പൊ രാത്രി 10 മണിക്ക് കിടക്കുകയാണെങ്കിൽ രാവിലെ ഒരു 4 മണിക്കോ 5 മണിക്കോ എഴുന്നേൽക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. ആൻഡ് അക്കോർഡിംഗ്ലി 12 മണിക്കാണ് കിടക്കുന്നതെങ്കിൽ രാവിലെ ഒരു 6 മണിക്കോ 7 മണിക്കോ എഴുന്നേൽക്കുന്ന രീതിയിൽ അലാറം സെറ്റ് ചെയ്യുക. രാവിലെ എഴുന്നേൽക്കാൻ മടി വരുമ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു സൈക്കോളജിക്കൽ ടെക്നിക്, ഒരു ജാപ്പനീസ് ടെക്നിക്കാണ്, നിങ്ങൾ യൂസ് ചെയ്യണം. 1 മിനിറ്റ് റൂൾ എന്ന് പറയും. നമ്മൾ എന്തുകൊണ്ട് എഴുന്നേക്കാൻ മടിക്കുന്നത്? എഴുന്നേക്കണം, പല്ല് തേക്കണം, പിന്നെ കുളിക്കണം, പഠിക്കാനിരിക്കണം, ഒരു വലിയൊരു പ്ലാൻ നമ്മുടെ മുമ്പിലുണ്ട്. അത് വേണ്ട. നിങ്ങൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ആദ്യത്തെ 60 സെക്കൻഡ് 1 മിനിറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം പ്ലാൻ ചെയ്യുക. സ്വാഭാവികമായും രാവിലെ എഴുന്നേറ്റതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക? മുഖം ഒന്ന് കഴുകും, ഒന്ന് സ്ട്രെച്ച് ചെയ്യും, പിന്നെ വെള്ളം കുടിക്കും. ഇത് കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ആ 1 മിനിറ്റിനകത്ത് എഴുന്നേക്കുക, ഫേസ് ഒന്ന് വാഷ് ചെയ്യുക, നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ ഒരു 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയേ. നമുക്ക് എപ്പോഴും തുടങ്ങി കിട്ടാനാണ് ബുദ്ധിമുട്ട്. ആദ്യത്തെ 1 മിനിറ്റ് മാത്രം പ്ലാൻ ചെയ്താൽ മതി നിങ്ങൾ തൽക്കാലത്തേക്ക്. ആ 1 മിനിറ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി ചെയ്യാനുള്ള എനർജിയും എന്തൂസിയാസവും ഓട്ടോമാറ്റിക്കായി വന്നോളും. ഇത് ഒരു ദിവസം കൊണ്ട് പറ്റിയെന്നില്ല. പക്ഷെ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ ഈ 1 മിനിറ്റ് റൂൾ നിങ്ങൾക്ക് ഭയങ്കര ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ഉറക്കത്തിന്റെ കാര്യത്തെ മാത്രമല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യമേ അതിന്റെ ആദ്യത്തെ 1 മിനിറ്റ് മാത്രം ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഒരു കിക്ക് സ്റ്റാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ഓട്ടോ പൈലറ്റിലേക്ക് പൊക്കോളൂ. ഇതായിരുന്നു 1ാമത്തെ ടെക്നിക്ക്. ഇനി എന്താണ് 2ാമത്തെ ടെക്നിക്ക്? എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഉടനെയോ അല്ലെങ്കിൽ ഈവനിങ് സമയമോ നമ്മളൊരു എക്സസൈസ് ചെയ്യണം. ഡെയിലി 30 മിനിറ്റ്സ് 30 മിനിറ്റ് എങ്കിലും നിങ്ങൾ വ്യായാമത്തിന് വേണ്ടി മാറ്റി വെക്കണം. ഈ വിയർപ്പിന്റെ അസുഖമുള്ള ആൾക്കാർക്കാണ് പൊതുവെ സ്ലീപ്പ് സൈക്കിളിൽ ഒരു ഡിസോർഡർ വരാറുള്ളത്. നന്നായിട്ട് ഒരു വർക്കൗട്ട് റൊട്ടീൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവെ സ്ലീപ്പ് സൈക്കിൾ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഒന്നാമത്തെ കാര്യം, വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബോഡിക്ക് റെസ്റ്റ് വേണമെന്ന് ബോഡിക്ക് തന്നെ ഒരു ഇമ്പൾസ് കിട്ടും. നമ്മുടെ ബോഡി ഒരു റെസ്റ്റിംഗ് സ്റ്റേജിലേക്ക് പോകും രാത്രിയാകുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. ഡെയിലി ഒരു 15 മിനിറ്റ്സിൽ തുടങ്ങുക, പിന്നെ 20-30 മിനിറ്റ്സിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഒരു മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. കാർഡിയോ വർക്കൗട്ട് ഫോക്കസ് ചെയ്യുക. പുഷപ്പ്, പുള്ളപ്പ്, അല്ലെങ്കിൽ യോഗ ഇഷ്ടമുള്ള ആൾക്കാർക്ക് യോഗ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് നടക്കാനാണ് ഇഷ്ടമെങ്കിൽ നടക്കുക, ഓടുക. എന്തൊരു 30 മിനിറ്റ്സ് നമ്മുടെ ഹെർട്ട് റേറ്റ് കൂടുന്ന രീതിയിൽ, നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വർക്കൗട്ട് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി കൂടും. 3ാമത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞതിന് കണ്ടിന്യൂഷൻ ആണ്. രാവിലെ എഴുന്നേൽക്കുക, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. നമ്മുടെ ക്ഷീണം മാറാനും ഉന്മേഷം വരാനും വെള്ളം കുടിക്കുന്നതിൽ ഇത്രയും നല്ലൊരു കാര്യം വേറെയില്ല. ഡെയിലി ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. രാവിലെ എഴുന്നേറ്റ് ഞാൻ കോഫി കുടിക്കാറുണ്ട്. പല ആൾക്കാരും കോഫി, ടീ അതിനെയൊക്കെ കുടിക്കരുതെന്ന് പറയുന്നുണ്ട്. അതിനും സയന്റിഫിക് ആയിട്ടുള്ള പ്രൂഫ് ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ പേഴ്സണലി ഞാൻ കോഫി കുടിക്കുന്ന ഒരു വ്യക്തിയാണ്, രാവിലെയും വൈകിട്ടും. അത് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. കോഫി ഇഷ്ടമുള്ള ആൾക്കാർ കോഫി കുടിക്കാം,
ടീ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ടീ കുടിക്കാം. കാര്യം നമുക്ക് തുടക്കത്തിൽ തന്നെ 100% പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ മനസ്സ് മടുത്തു പോകും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം കുടിക്കുക, ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, പിന്നെ കോഫിയോ ടീയോ ഒന്ന് കുടിച്ച് നോക്കുന്നത് നല്ലതാണ്. നമ്മളുടെ സ്ലീപ്പ് സൈക്കിളും സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് പെതുക്കെ നിർത്തണമെങ്കിൽ നിർത്താവുന്നേ ഉള്ളൂ. ഞാൻ ഈ പറയുന്നതിനകത്ത് 7ാമത് പറയുന്ന കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ഞാൻ അവസാനം പറയാം. 4ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യം തന്നെയാണ്. ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഡയറ്റിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ മീറ്റ് അല്ലെങ്കിൽ ഇറച്ചി അല്ലെങ്കിൽ അത് മാത്രം കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ നമ്മുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്ക് വേണ്ടത് വെജിറ്റബിൾസും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം മിൽക്ക് അല്ലെങ്കിൽ ലാക്ടോസ് അലർജി ഇല്ലാത്ത ആൾക്കാർക്ക് ഒബ്വിയസ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് പേഴ്സണലി യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ള ഒരു കാര്യം ഗ്രീക്ക് യോഗർട്ട് ആണ്. നല്ല ടേസ്റ്റുമാണ്, എന്നാൽ നമുക്ക് അത്യാവശ്യം ബോഡിക്ക് ഒരു ഗുണമുള്ള ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റി ആണെങ്കിൽ ഇത് മാറ്റാൻ സഹായിക്കും. ഡെയിലി വാങ്ങിച്ച് കഴിക്കണം എന്നല്ല പറയുന്നത്, വല്ലപ്പോഴും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. 5ാമത്തെ കാര്യം, ഉച്ചയ്ക്കുള്ള ഉറക്കം, ആഫ്റ്റർനൂൺ സ്ലീപ്പ്. അത് നമ്മുടെ ശത്രുവുമാണ് മിത്രവുമാണ്. ഇത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാമെങ്കിൽ നമ്മുടെ നല്ലൊരു മിത്രമായിട്ട്. ഇപ്പൊ ഉച്ചയ്ക്ക് നിങ്ങൾ കിടന്ന് ഒരു 1.5 മണിക്കൂർ അങ്ങ് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ അവിടെ കഥം പോകുകയാണ്, തിരികെ നോക്കണ്ട. പക്ഷെ അതേസമയം ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഒരു 5 or 10 മാക്സിമം ഒരു 15 മിനിറ്റ് പവർ നാപ്പ് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ഒരു പവർ നാപ്പ് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ എനർജിയും പ്രൊഡക്ടിവിറ്റിയും ബൂസ്റ്റ് ചെയ്യും. ഞാൻ കൃത്യമായി ഉച്ചയ്ക്ക് ഒരു 5 or 10 മിനിറ്റ് ഉറങ്ങുന്ന വ്യക്തിയാണ്. അത് ഒരു പവർ നാപ്പ് എന്ന് പറയും. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സൊന്ന് ശാന്തമാവും. ഒരു മെഡിറ്റേഷന് തുല്യമാണ് ഉച്ചയ്ക്ക് നമ്മൾ എടുക്കുന്ന ഒരു 5 or 10 മിനിറ്റ് ഉറക്കം. പക്ഷെ ആ ഉറക്കത്തിന്റെ ഡ്യൂറേഷൻ അതിലും കൂടിക്കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു ഇരുതല മൂർച്ചയുള്ള വാളെന്ന് പറയുന്ന പോലെ അത് നമ്മുടെ ആ ഒരു ദിവസത്തെ നശിപ്പിക്കും. സോ നിങ്ങൾ ഉച്ചയ്ക്ക് ഒരു പവർ നാപ്പ് എടുക്കാൻ ശ്രമിക്കുക. ഉച്ചയ്ക്ക് എക്സാംസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ എക്സാമിന് ഒരാഴ്ച മുമ്പെങ്കിലും ഇത് നിർത്തണം. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എക്സാം ഹോളിൽ പോയി ഉറങ്ങേണ്ടി വരും. നമ്മൾ പ്രാക്ടിക്കലായിട്ട് വേണം സ്ട്രാറ്റജികൾ സെറ്റ് ചെയ്യാൻ. അതുകൊണ്ട് പറഞ്ഞതാണ്. 6ാമത്തെ കാര്യം, പ്രോപ്പർ മെഡിറ്റേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ. നമ്മൾ വർക്ക് ഫ്രം ഇൻസൈഡ് ഔട്ട് എന്ന് പറയും. നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്തേ, കൃത്യമായി നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാനിലേക്ക് പോകുന്നു, കൃത്യസമയത്ത് ഉറങ്ങുന്നു, കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നു, ഹൈ ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് കിട്ടുന്നു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന എനർജി, ഒരു പീസ് ഓഫ് മൈൻഡ്, പഠനത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കൂടുതൽ സമയം, അതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ. ഡെയിലി ഒരു 5 or 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാം. മെഡിറ്റേഷന്റെ ഭാഗമായിട്ട് കൃത്യമായി വിഷ്വലൈസ് ചെയ്യാം. ഈ വിഷ്വലൈസേഷൻ പോലെ നമുക്കൊരു ഹാബിറ്റ്, ഒരു പുതിയ ശീലം ഫോം ചെയ്യണമെങ്കിൽ ഈ വിഷ്വലൈസേഷൻ പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു എക്സസൈസ് വേറെ ഇല്ല. നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായി ഡെയിലി ഒരു 5 or 10 മിനിറ്റ് ഈ ഒരു മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കാം. നമുക്ക് പുതിയ ഹാബിറ്റ്സ്, ഇത് മാത്രമല്ല മറ്റേത് നല്ല ഹാബിറ്റ്സ് വേണമെങ്കിലും നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയാണ് 7ാമതായി ഉള്ള കാര്യത്തിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നത്. ഇത് ഞാൻ അടക്കമുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. പല ആൾക്കാരും ഇപ്പം തിരിച്ചറിഞ്ഞത് മാറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് മാറിയൊരു വ്യക്തിയാണ്. സ്ക്രീൻ ടൈം കുറയ്ക്കുക. രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഒരു പരിപാടി എല്ലാവർക്കും ഉണ്ട്. മൊബൈൽ ഫോണിലെ ബ്ലൂ ലൈറ്റ് നമ്മുടെ ഉറക്കത്തെ ഭയങ്കര മോശമായിട്ട് ബാധിക്കും. ഉറങ്ങുന്നതിന് മിനിമം 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ സ്ക്രീൻ ടൈം കട്ട് ചെയ്യണം. ബിക്കോസ് ബ്ലൂ ലൈറ്റ് കാണുമ്പോൾ നമ്മുടെ തലച്ചോറ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് നമ്മൾ രാവിലെയാണ്, ഉറങ്ങാനുള്ള സമയമൊന്നും ആയിട്ടില്ല. തലച്ചോറ് കൺഫ്യൂസ്ഡ് ആയി പോകും, ഇവൻ കൺഫ്യൂസ്ഡ് ആയി പോകും. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ പല ആൾക്കാരും ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനും പരിമിതി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാനുള്ള ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ ടൈം കട്ട് ചെയ്യുക. അതിനുശേഷം ഒരു ബുക്ക് എടുത്തു വെച്ച് വായിക്കുക. ബോറൻ ബുക്ക് ആയാലും കുഴപ്പമില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്ക് ആയാലും കുഴപ്പമില്ല. ആ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോകാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ് എടുത്ത് വായിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിക്കോളുമല്ലോ. എന്ത് വില കൊടുത്തും നിങ്ങൾ സ്ക്രീൻ ടൈം ഉറക്കത്തിന് മുമ്പ് കുറച്ചിരിക്കണം. ഇതാണ് എനിക്ക് അവസാനമായി പറയാനുള്ള ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, 7ാമത്തെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് ഇതാണ് എന്നുള്ള കാര്യം ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ചുറപ്പിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഡെയിലി രാവിലെയുടെ ഫ്രീ മോക്ക് ടെസ്റ്റുകളും പിന്നീട് പല അഫോർഡബിൾ കോഴ്സസും ഫ്രീ കണ്ടന്റുകളും ഒക്കെ അവിടെ ലഭ്യമാണ്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാൻ എല്ലാവരും ശ്രമിക്കുക. ആ ഒരു മോക്ക് ടെസ്റ്റ്, ഡെയിലിയുള്ള മോക്ക് ടെസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസ്, PSC ഡിഗ്രി ലെവൽ എക്സാംസിന്റെ പഠന നിലവാരം ഉയർത്താൻ സാധിക്കും. ഓണം ഓഫറിനെ പറ്റി ആരും മറക്കണ്ട. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്.
ഇനി വരാൻ പോകുന്ന എക്സാംസിന് പഴുതടച്ച് പഠിക്കാൻ, അതൊരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ പഠിക്കാൻ ഉറപ്പായും നിങ്ങൾക്ക് ആ ബാച്ചസ് യൂസ്ഫുൾ ആവും. അവസാനമായി നിങ്ങൾ ചെയ്യേണ്ടത് കമന്റ് സെക്ഷനിൽ ഒരു ഉറപ്പ് തരണം. GS എന്ന് കമന്റ് ചെയ്യുക, അതായത് ഗുഡ് സ്ലീപ്പ്, GS കമന്റ് ചെയ്യുക. ഈ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ഇഷ്യൂസിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനും, നിങ്ങൾ കെയർ ചെയ്യുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.